നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 259-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ വെമ്പായം തമ്പിയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരുപാടൊക്കെ പറയേണ്ടി വരും. കലയുടെ തമ്പുരാൻ എന്ന വിശേഷണത്തിന് അർഹനായ ഒരു വ്യക്തിത്വം. ലോകോത്തര സംവിധായകനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ അംഗീകാരമാണ്. എത്രയോ വർഷത്തെ പരിചയം, എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ചെറിയ കഥാപാത്രമാണെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്നവ. ശ്രീ അടൂരിൻ്റെ ചിത്രത്തിൽ ഒരു മുഖം കാണിക്കാനെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ഉന്നതരായ നടീനടന്മാർ. ആ സ്ഥാനത്താണ് അടൂരിൻ്റെ കുറേ ചിത്രങ്ങളിൽ, കൊടിയേറ്റത്തിലും മതിലുകളിലും അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹവുമായി ഒത്തിരി വർഷത്തെ പരിചയമുണ്ട്. എൻ്റെ തമ്പാനൂരിലെ വസതിയിൽ ഒരു രാവും ഒരു പകലും താമസിക്കുകയും ജീവിതത്തിലെ നീറുന്ന പൊള്ളുന്ന അനുഭവങ്ങൾ പറയുകയും എൻ്റെ നക്ഷത്രമൊക്കെ ചോദിച്ച് അദ്ദേഹം പിൽക്കാലത്ത് എൻ്റെ ഒരു ജാതകം എഴുതിത്തരികയും ഒക്കെ ഉണ്ടായി. സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ തെളിയുന്നത് ശ്രീ അടൂരിൻ്റെ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ചിത്രങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ശ്രീ വെമ്പായം തമ്പിയെ വിളിച്ച് പറയാറുണ്ട്, ഇന്നതൊക്കെ പഠിച്ചിരിക്കണം, ഇന്നതൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ നേരത്തെ കൊടുക്കും. ഒരു ഷൂട്ടിങ്ങിന് 2 മാസം മുൻപേ. അങ്ങനെ പലതവണ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതുവരെ ശരവണൻ വന്നിട്ടില്ലല്ലോ, വെമ്പായമല്ലേ, ഇവിടെ അടുത്തല്ലേ, ഒരു ദിവസം അങ്ങോട്ട് വന്നുകൂടെ എന്ന് നിരവധി തവണ കാണുമ്പോഴെല്ലാം പറയാറുണ്ട്. എന്തായാലും ഇവിടെ അടുത്തല്ലേ, വെമ്പായം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ ഒരു ദിവസം, ഒരു വ്യാഴാഴ്ച അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വെമ്പായത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട് തിരക്കി. അവിടമെല്ലാം നടന്നു. കുറേ പേർക്കറിയാം, കുറേ പേർക്കറിയില്ല. പക്ഷേ അദ്ദേഹം താമസിക്കുന്ന വീട് കുറേ അധികം ഊടുവഴികൾ വഴി ഉള്ളിലോട്ട് നടന്നു ചെന്ന് കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ താണ്ടി അവിടെ ചെല്ലുമ്പോൾ വിശപ്പിൻ്റെ കാഠിന്യം ഒരു വശത്ത്. വളരെ ചെറിയൊരു വീട്, അവിടെ 2-3 സ്ത്രീകൾ മാത്രം ഉണ്ട്. വെമ്പായം തമ്പിയുണ്ട് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, അദ്ദേഹം അവിടെ ഒരു ചായക്കടയിൽ ചായ അടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു, ചായ അടിക്കേ? അപ്പോൾ അവർ ചിരിച്ചു. ശരിക്കും പറഞ്ഞതാണ്. അദ്ദേഹം അവിടെ ഒരു കടയിൽ, ആ ജംഗ്ഷനിൽ ഉള്ളൊരു ഹോട്ടലിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നാൽ കാണാം, വൈകിട്ടാവും വരാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്ന് തുടങ്ങി ഈ പരിപാടി? അയ്യോ സാറേ, ജോലിക്കല്ല, ശ്രീ അടൂരിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ചായ അടിക്കുന്ന സീൻ ഉണ്ട്. അതിനുവേണ്ടി ഒരു 2 മാസം ചായ അടിച്ച് പഠിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് രാവിലെ ഇവിടുന്ന് പോകും, തിരികെ വരുമ്പോൾ 7-8 മണിയാവും. കുറേ ദൂരം നടന്നിരിക്കുന്നു, ഭയങ്കര വിശപ്പും. ഞാൻ ചോദിച്ചു, ഇവിടെ അടുത്തെങ്ങാനും ചെറിയ കടകൾ വല്ലതും ഉണ്ടോ? ഇല്ല സാറേ, കുറേ കൂടെ മുകളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഒരു പുഴ, ചെറിയൊരു തോട് കാണാം. ഞാൻ പറഞ്ഞു, തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാനില്ല, നല്ല വിശപ്പുണ്ട്, ഏതെങ്കിലും അടുത്ത് കടയുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമായിരുന്നു. ഒരു വല്ലാത്ത കയറ്റമാണ്, സിറ്റിയിൽ കിടക്കുന്നവരൊക്കെ ഇതേപോലെ കുന്നും മലയൊന്നും അധികം കയറാത്തതുകൊണ്ട് കുറച്ച് കിതപ്പുണ്ട്. സാറേ ഇരുന്നാൽ ഞങ്ങൾ കട്ടൻ ചായ ഇട്ട് തരാം. നമ്മൾ കട്ടനൊന്നും വേണ്ട, എന്തായാലും ഞാൻ താഴെ പോയി തമ്പിയെ കണ്ടിട്ട് വരാം. അഥവാ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനിങ്ങനെ വന്നിരുന്നു. ശരവൺ മഹേശ്വർ എന്നാണ് പേര്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ശരവൺ എന്ന് പറഞ്ഞാൽ മതി, തമ്പാനുള്ളതാണ് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടന്നു. വിശപ്പാണെങ്കിൽ ഭയങ്കര. അവിടെ ഒരു സൈഡിൽ മരിച്ചീനി കൃഷി ചെയ്തിരിക്കുന്നു. എന്തും വരട്ടെ എന്ന് കരുതി ഒരു മൂട് പിഴുത് അതിൽ നിന്നും ഒരു കഷ്ണം അടർത്തിയെടുത്ത് വെള്ളത്തിൽ കഴുകി പച്ചയ്ക്ക് കുറേ ചവച്ച് നിന്നു. ഇത് കണ്ടുകൊണ്ട് അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. സാറേ, ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും കപ്പ പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ട് പോകാം. ഈ പറിച്ച കപ്പ എൻ്റെ പുരയിടത്തിൽ നിന്നാണ് നിങ്ങൾ പറിച്ചത്. ഞാൻ പറഞ്ഞാൽ അതിന് എത്ര രൂപ എന്ന് വെച്ചാൽ തരാം. ഈ വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് കണ്ണ് കാണില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു. വരണം, വന്നിട്ട് പോകണം. തമ്പിച്ചേട്ടൻ കാണാനല്ലേ വന്നത്? ഞാൻ പറഞ്ഞു, അതെ, തമ്പിച്ചേട്ടൻ കാണാനാണ് വന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി ഉമ്മറ കൊലായിലിരുന്നു. ഞാൻ പറഞ്ഞ, എന്തായാലും ഇത് കഴിച്ച് ഒരുവിധം മനസ്സൊന്ന് തണുത്തു. കുറച്ച് ചൂട് വെള്ളം കിട്ടിയാൽ കുടിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ നോക്കി ചിരിച്ചിട്ട്, സാറേ കട്ടനിട്ട് തരാം. ഞാൻ പറഞ്ഞ, വേണ്ട, ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചെറു ചൂടുള്ള ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാം. എന്തിനാണ് ഏതിനാണ് തമ്പിയെക്കുറിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും നല്ല ഹൃദയമുള്ള പാവപ്പെട്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേയില്ല. ലോകപ്രസിദ്ധനായ അടൂരിൻ്റെയൊക്കെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ചായ അടിക്കാൻ പഠിക്കാൻ താഴെ പോയിരിക്കുക. ഇതുപോലെയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ഉണ്ടാവുമോ സാറേ? സാറിന് എന്താ പണി? നമ്മൾ അല്പസ്വല്പമൊക്കെ എഴുതും, കഥയും കവിതയൊക്കെ എഴുതുന്ന ഒരാളാണ്. എവിടെയാ സ്വദേശം? നമ്മൾ തമ്പാനൂരാണ്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് അവരുമായി നാട്ടുഭാഷയിൽ കുറേ സംസാരിച്ച് അദ്ദേഹം ചൂടുവെള്ളം ചൂടായിക്കൊണ്ടുവന്ന് അതും കുടിച്ച് വീണ്ടും ഇറങ്ങിയാണ്. ഒരു 20-25 മിനിറ്റ് എടുത്തു നെമ്പായം ജംഗ്ഷനിലെത്താൻ. അവിടുന്ന് ഒരു ചെറിയ കടയിൽ നിന്നൊരു ചായയും കുടിച്ച് നടക്കുകയാണ് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ. അങ്ങനെ ഒരു 6-7 കടകൾ ചോദിച്ച് ഒരു കടയുടെ മുന്നിലെത്തിയപ്പോൾ സത്യം ഞാൻ സ്തംഭിച്ചു പോയി എന്ന് വേണം പറയാൻ. ഒരു കൈലിയും ഒരു കീറാറായ ഒരു ബനിയനും ഇട്ട് തലയിൽ ഒരു കെട്ടും അദ്ദേഹം ചായ അടിക്കുകയാണ്. നല്ല ഉറക്കെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ, അതിൻ്റെ ഇടയ്ക്ക് പാട്ട് മൂളുന്നുമുണ്ട്. ഒരൊറ്റയാൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിശയം തോന്നിയത്. ഞാനൊന്നും മിണ്ടാതെ അദ്ദേഹത്തെ കണ്ട ഭാവം നടിക്കാണ്ട് ഞാൻ ആ ഹോട്ടലിൽ കയറിയിരുന്ന് ഒരു ലൈറ്റ് ചായ, വെള്ളം കൂട്ടി വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. പെട്ടെന്ന് മനസ്സിലായില്ല. ഉടനെ തന്നെ കടക്കാരൻ ഒന്ന് ചോദിച്ചു, വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ഒരു ലൈറ്റ് ചായ മതി. അങ്ങനെ അദ്ദേഹം പോയി ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ലൈറ്റ് ചായ. അങ്ങനെ തമ്പിയുടെ ചായ അടി കണ്ടിട്ട് ചായ കൊണ്ടുവന്ന് എൻ്റെ മേശപ്പുറത്ത് വെച്ചപ്പോഴാണ് ഞാനാണ് അവിടെ ഇരിക്കുന്നത്. ആഹാ, ശരവണനാണോ?
ഞാൻ പറഞ്ഞ ഇപ്പോൾ സിനിമ അഭിനയമൊക്കെ നിർത്തി ചായക്കടയിൽ ചായ അടിക്കാണോ ഇപ്പോൾ പണി? ചിരിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ ഒരു വലിയ കഥയാണ്. എന്തായാലും ചായ കുടിക്കൂ, കഴിക്കാൻ എന്തെങ്കിലും വേണോ? അപ്പവും കൂട്ടുകറിയുണ്ട്. ഞാൻ പറഞ്ഞാൽ വേണ്ട. ചായയും കുടിച്ച് പൈസയും കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് പുള്ളിയായിട്ട് സംസാരിക്കാൻ ഞാൻ ട്രാൻഡത്ത് നിന്ന് വരികയാണ്. അങ്ങനെ കടയുടമ എന്നെ നോക്കി ചിരിച്ചു. തലയിൽ കിട്ടിയ ആ തോർത്ത് ഒരു തോളിലിട്ട് എന്നോടൊപ്പം പുറത്തേക്ക് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട് തിരക്കി ഞാൻ ആ കുന്നുംപുറം മുഴുക്കെ നടന്ന് തളർന്ന് അവശനായി ഒരാളുടെ കോമ്പൗണ്ടിൽ കയറി ഒരു കപ്പ പിഴുത് അതിൽ നിന്ന് കഴിച്ച് അയാൾ നമ്മളെ പിടിച്ചു നിർത്തി അവിടുന്ന് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. വീട്ടുകാർ പറഞ്ഞു, നിങ്ങളൊരു കടയിൽ ചായ അടിക്കാൻ പോണു. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. ഞാൻ പുള്ളി അറിയാണ്ട് കടയിൽ നിന്ന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി മുഖം കഴുകി. എന്ത് പറ്റി? കണ്ണിൽ കരണ്ട് വല്ലതും വീണോ? ഞാൻ പറഞ്ഞില്ല, എന്തായാലും ഒരു 10 മിനിറ്റ് സംസാരിക്കാനായിട്ടാണ് വന്നത്. അവിടെ ചായ അടിക്കാൻ വേറെ ആൾക്കാരും ഉണ്ടല്ലോ. അങ്ങനെ എന്നോടൊപ്പം കുറച്ച് ദൂരം മാറി കടയിൽ നിന്ന് ഒരു 100 വാര അകലെ ഒരു വയലിൻ്റെ അരികിൽ ചെന്ന് നിന്ന് ഞാൻ തമ്പിയോട് സംസാരിച്ചു. തമ്പി, ഇതെന്താണ്? സാറേ, ഒന്നും പറയണ്ട, അടൂരിൻ്റെ അടുത്ത ചിത്രമാണ്, അങ്ങോട്ടൊന്നും ചോദിക്കരുത്, ഇങ്ങോട്ട് പറയണേ കേട്ടോളാം, അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഞാൻ പറഞ്ഞു, അതെന്താ, സംശയങ്ങളൊന്നും ചോദിച്ചൂടെ? എന്തെങ്കിലും ചോദിച്ചിട്ടാൽ ചിരിക്കും, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തോളാം. അങ്ങനെ 2 മാസമായി ഞാനിവിടെ. ശമ്പളമൊന്നും കിട്ടൂല, എന്നാലും കുറേ ചായ അടിച്ച് കഴിയുമ്പോൾ ഡെയിലി 100-200 ഒക്കെ കൈ തരും. എന്നുവെച്ചാൽ ഞാൻ ഇതേപോലെ എന്നെ കാണാൻ വരുന്ന പലരും ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 മാസമായി ഞാനിവിടെ നിൽക്കുന്നു. അടൂർ സാറിൻ്റെ പുതിയ ചിത്രത്തിൽ ഞാനൊരു ചായയടിക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ചായ അടിച്ച് പരിശീലിക്കണം എന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2 മാസമായിട്ട് ഈ കടയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി. സത്യത്തിൽ കണ്ണു നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ. കലയോടുള്ള ആത്മാർത്ഥത, അർപ്പണബോധം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ശരവണ, ഇനി ഇന്നാ നമ്മൾ നേരിൽ കാണുക, വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് പോകാം. ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നാൽ ഞാൻ ചന്തയിൽ പോയി കുറച്ച് നല്ല ആറ്റുമീനും വാങ്ങി നമുക്ക് പോകാം, വൈകുന്നേരത്തോടു കൂടി തിരികെ മടങ്ങാം. നമ്മളില്ല തമ്പി, പോകണം. എത്ര സമയമായി? ഞാൻ രാവിലെ വന്നതല്ലേ, ഇപ്പം തന്നെ മണി 3 ആവാറായി. പ്രത്യേകിച്ചൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നു. അന്ന് ഒരു കലാകാരൻ്റെ കലയോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും ശരിക്കും ഒരുപാട് അവാർഡുകളും ബഹുമതികളും ഒക്കെ കിട്ടേണ്ട ഒരു വലിയ കലാകാരൻ. അദ്ദേഹം ശ്രീ അടൂരിൻ്റെ പടത്തിൽ മാത്രമല്ല, ശ്രീ ഭരതൻ്റെ ചിത്രത്തിലും പത്മരാജൻ്റെ ചിത്രത്തിലും നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മതിലുകൾ, അപരാഹനം, അനന്തരം, കൊടിയേറ്റം, തകര, കാട്ടുകള്ളൻ, മുന്നേറ്റം, ഇത് ഞങ്ങളുടെ കഥ, രക്തസാക്ഷി, എലിപ്പത്തായം, ദേശാടനക്കിളി, കരയാറില്ല, അങ്ങനെ 100-100ഓളം ചിത്രങ്ങളിൽ മികച്ച വേഷം ചെയ്ത ഒരു വലിയ നടൻ. എൻ്റെ ഓർമ്മ ശരിയാ. പിന്നെ കുറേ ഡോക്യുമെൻ്ററി ചിത്രങ്ങളിലും കുറേ ഷോർട്ട് ഫിലിമുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെ അഭിനയിക്കണം, ഏത് വിധത്തിൽ അഭിനയിക്കണം എന്നൊന്നും അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ടതായിട്ടില്ല എന്നതാണ് ഒരു പ്രത്യേകത. മറിച്ച് അദ്ദേഹം ഒരു കഥാപാത്രം എന്നുള്ള നിലയിലില്ല, ആ കഥാപാത്രമായി ജീവിക്കുകയാണ്. ശ്രീ അടൂരിൻ്റെ ഏതൊരു ചിത്രത്തിൽ പെട്ടെന്ന് ഓർമ്മയിൽ തെളിയുന്നില്ല, അദ്ദേഹം ഒരു സൈക്കിളിൽ ഒരു കോഴിയെയും പൂവൻകോഴിയെയും ഇങ്ങനെ പിടിച്ച് ഉയർത്തിപ്പിടിച്ച് അതിവേഗത്തിൽ
സൈക്കിൾ ചവിട്ടിപ്പോകുന്ന ഒരു രംഗമുണ്ട്. ആ ഒരൊറ്റ രംഗം മതി ശ്രീ വെമ്പായം തമ്പി എന്നുള്ള നടനെ വിലയിരുത്താൻ. അത്രമാത്രം നാച്ചുറാലിറ്റി, അത്രമാത്രം ഒറിജിനാലിറ്റി. അതിലുപരി തൻ്റെ കഴിവിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ നടൻ. പിന്നീട് 3-4 തവണ കൂടി അദ്ദേഹത്തെ ഞാൻ കണ്ടു. കാലത്തിൻ്റെ കടന്നുപോക്കിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ശ്രീ അടൂരിൻ്റെ ചിത്രങ്ങളിൽ, പല ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന അനശ്വര കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരു വലിയ നടൻ. ഓർമ്മയുടെ ചെന്തേരിൽ അദ്ദേഹത്തെ പറയാണ്ട്, അദ്ദേഹത്തെ ഓർക്കാണ്ട് കടന്നു പോകാൻ കഴിയില്ല എന്നതാണ് പരമാർത്ഥം. മലയാള സിനിമയുടെ ചരിത്രമെഴുതുമ്പോൾ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയാണെങ്കിലും അദ്ദേഹം പ്രകടിപ്പിച്ച അഭിനയ പാടവം എന്നും ഓർക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.